ആഴിക്ക് സമീപം നിൽക്കുന്ന ബഹുമാന്യ ഭക്തജനങ്ങൾ ദയവായി തൽസ്ഥാനങ്ങളിൽ ഇരുന്ന് സഹകരിക്കുവാൻ വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു. അഗ്നിമഹാസേനനായ ഹിരണ്യ തേജസ്സായ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് അഗ്നികാവടി. വീണ്ടും ശ്രദ്ധിക്കുക. ആഴിക്ക് സമീപം നിൽക്കുന്ന ബഹുമാന്യ വ്യക്തികൾ ദയവായി തിരുനാൾ ദിനത്തിൽ അഗ്നിമഹാസേനനായ ഹിരണ്യ തേജസ്സായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് അഗ്നികാവടി നടക്കുകയാണ്. 10 ടൺ പ്ലാവിൻ വിറകിൽ തീർത്തു ഉയർന്നു കത്തുന്ന അഗ്നികുണ്ഠത്തിൽ ബ്രഹ്മചര്യം, ഈശ്വരചിന്ത, സാത്വിക ഭക്ഷണം, മനോശുദ്ധി തുടങ്ങി 41 ദിവസത്തെ കഠിനവ്രതമനുഷ്ഠിച്ച സ്വാമി ഭക്തന്മാർ ഇതാ ആഴിയിലേക്ക് ഇറങ്ങുവാൻ സജ്ജരായി ക്ഷേത്ര തിരുസന്നിധിയിലെത്തിയിരിക്കുന്നതാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടുത്തെ പൂജാകർമ്മങ്ങൾ ശേഷം ഈ സ്വാമിമാർ 10 ടൺ പ്ലാവിൻ വിറകിൽ തീർത്ത് ഉയർന്നു കത്തുന്ന അഗ്നികുണ്ഠത്തിൽ കൂടി നൃത്തം ചെയ്യുന്ന പുണ്യകർമ്മം ദർശിക്കുവാൻ സാധിക്കും. ഈ നാട്ടിലെത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളുടെ അതിഥികളാണ്, ഈ ഗ്രാമത്തിന്റെ അതിഥികളാണ്. സ്വാമിമാർ കടന്നു വന്നിരിക്കുകയാണ്. പെരുമഴി ഗുജറാത്ത് സ്വാമിയുടെ നേതൃത്വത്തിൽ, കണ്ണങ്കോട് രാജേഷ് സ്വാമിയുടെ നേതൃത്വത്തിൽ, സുധീഷ് സ്വാമിയുടെ നേതൃത്വത്തിൽ ഗാന്ധിയോടും ശരവണത്തിൽ പിറന്നു വീണ ദിവ്യകുമാരൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി, അഗ്നിമഹാസേനനായ ഹിരണ്യ തേജസ്സായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക്
കണ്ണങ്കോട് സുബ്രഹ്മണ്യ സന്നിധിയിൽ 10,000 കിലോ പ്ലാവിൻ വിറകിൽ തീർത്തു ഉയർന്നു കത്തുന്ന അഗ്നികുണ്ഠത്തിൽ 41 ദിവസത്തെ കഠിനവ്രതം അനുഷ്ഠിച്ച സ്വാമി കണ്ണങ്കോട് സുബ്രഹ്മണ്യ സന്നിധിയിൽ ബ്രഹ്മചര്യം, ഈശ്വരചിന്ത, സാത്വിക ഭക്ഷണം, മനോശുദ്ധി തുടങ്ങി 41 ദിവസത്തെ കഠിനവ്രതം അനുഷ്ഠിച്ച സ്വാമി ഭക്തന്മാർ 10,000-കണക്കിന് ഭക്തജനങ്ങളുടെ സജീവ സാന്നിധ്യത്തിൽ അവരുടെ എല്ലാം കണ്ഠങ്ങളിൽ നിന്നുയരുന്ന ശരണമന്ത്രധ്വനികളുടെ ശാക്തിക ചൈതന്യത്താൽ കാവടികളെ ഉറഞ്ഞു തുള്ളുകയാണ്. തിരുമൊഴി ഗുജറാൽ സ്വാമിയുടെയും കണ്ണങ്കോട് രാജൻ സ്വാമിയുടെയും സുജീർ സ്വാമിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവരുടെ എല്ലാം കാർമ്മികത്വത്തിൽ അഗ്നിഭാസേനായ ഹിരണ്യതേജസ്സായ വായുവിൽ കൂടി അഗ്നിയിലെത്തി, അതിൽ നിന്ന് ഗംഗയിലൊഴുകി ഭൂമിയിലെത്തി, ശിവജ്ഞാനാഗ്നിയിൽ അരൂപമായി ഭവിച്ച് മണ്ണിൽ രൂപം പ്രാപിച്ച് ശാന്തമായ ശരവണപ്പൊയ്കയിൽ ചിത്രൂപമായി ഭവിച്ച് തിരുക്കുമാരനായി സർവശക്തനായി അറുമുഖനായി തിരു അവതാരം ചെയ്ത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് കണ്ണങ്കോട് സുബ്രഹ്മണ്യ സന്നിധിയിൽ അഗ്നിക്കാവടി നടക്കുകയാണ്. 10,000 കിലോ പ്ലാവിൻ വിറകിൽ തീർത്ത് ഉയർന്നു കത്തുന്ന അഗ്നികുണ്ഠത്തിൽ ബ്രഹ്മചര്യം, ഈശ്വരചിന്ത, സാത്വിക ഭക്ഷണം, മനോശുദ്ധി തുടങ്ങി 41 ദിവസത്തെ കഠിനവ്രതം അനുഷ്ഠിച്ച സ്വാമി ഭക്തന്മാർ കാണികളായെത്തിയ 10,000-കണക്കിന് ഭക്തജനങ്ങളുടെ സജീവ സാന്നിധ്യത്തിൽ ഇവരുടെ എല്ലാം കണ്ഠങ്ങളിൽ നിന്നുയരുന്ന ശരണമന്ത്രധ്വനികളുടെ ശാക്തിക ചൈതന്യത്താൽ പവിത്രമായ വേലം ധരിച്ച് പിറ്റിക്കോണം നാഗബ്രഹ്മകാവിൽ നിന്നും പവിത്രമായ വേലം ധരിച്ച് കാവടികളേന്തി ഉറഞ്ഞു തുള്ളുന്ന കാവടിയാട്ടം, അഗ്നി കാവടിയാട്ടം ഭക്തിയുടെയും സിദ്ധിയുടെയും കഠിനവ്രതത്തിന്റെയും ഉജ്ജ്വലമായ പ്രതീകമാണ് കാവടിയാട്ടം. വേദശാസ്ത്ര പാണ്ഡിത്യ പരീക്ഷയിൽ പരാജയപ്പെട്ട ബ്രഹ്മദേവന്റെ 4 ശിരസ്സിലും പ്രഹരിച്ച് കാരാഗൃഹത്തിലടച്ച് സൃഷ്ടിയുടെ നിർവാഹം സ്വയം ഏറ്റെടുത്ത് ഏകമുഖത്തോടും 4 കരങ്ങളോടും ഭവിച്ച് സൃഷ്ടികർമ്മത്തിൽ അപാരമായ സിദ്ധി പ്രകടിപ്പിച്ച് ത്രിമൂർത്തികൾക്കും ഗുരുവായി ആത്മാവിനുള്ളിൽ പരമാത്മാവായും നിത്യചൈതന്യ പ്രകാശമായും വേദാധിനായകനായും 10,000-കണക്കിന് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ അമൃതവർഷം ചൊരിഞ്ഞ് കണ്ണങ്കോട്ട് വാണരുളുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുസന്നിധിയിൽ ഇതാ അഗ്നികാവടി. മഹാസേനായ ഹിരണ്യതേജസ്സായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് അഗ്നികാവടി. ദേവാധിദേവൻ ശ്രീ മഹാദേവന്റെ പുരോമനപുത്രൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മധ്യാഹ്ന വാർത്താണ്ട പ്രഭേയവിൽ നിന്ന് തേജസ്സോടും കാന്തിയോടും ശരവണത്തിൽ പിറന്നു വീണ് ബ്രഹ്മപുത്രനായി സത്യത്തിൽ ഷഡ്ശാസ്ത്ര പണ്ഡിതനായി നീലമയിലേറി വേലും ധരിച്ച നീലകണ്ഠകുമാരൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് 10,000 കിലോ പ്ലാവിൻ വിറകിൽ തീർത്ത് ഉയർന്നു കത്തുന്ന അഗ്നികുണ്ഠത്തിൽ ബ്രഹ്മചര്യം, ഈശ്വരചിന്ത, സാത്വിക ഭക്ഷണം, മനോശുദ്ധി തുടങ്ങി 41 ദിവസത്തെ കഠിനവ്രതം അനുഷ്ഠിച്ച സ്വാമി ഭക്തന്മാർ 10,000-കണക്കിന് ഭക്തജനങ്ങളുടെ സെവടികളേന്തി നൃത്തം ചെയ്യുന്ന കാവടിയാട്ടം, കാവടിയാട്ടം, മഹാ വൈപൂയ കാവടിയാട്ടം. ഇന്ദ്രധനുസിന്റെ വർണ്ണങ്ങൾ ഇണങ്ങിച്ചേർന്ന പിച്ചങ്ങളോടുകൂടിയ മയൂഖത്തെ വാഹനമായി സ്വീകരിച്ച് ത്രിലോകങ്ങളിലും പാഞ്ഞു ചെന്ന് പഞ്ചഭൂതങ്ങളെയും ഞൊടിയിടയിൽ ദഹിപ്പിച്ച് സകല ചരാചരങ്ങളെയും തകർത്തു തരിപ്പണമാക്കുന്ന ശക്തിവേൽ ആയുധമായും സ്വീകരിച്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് അഗ്നികാവടി. വേദശാസ്ത്ര പാണ്ഡിത്യ പരീക്ഷയിൽ പരാജയപ്പെട്ട ബ്രഹ്മദേവന്റെ 4 ശിരസ്സിലും പ്രഹരിച്ച് കാരാഗൃഹത്തിൽ
പള്ളി ആറാട്ടിന് പോകുന്നതിനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. രാത്രി 8:40 ഈ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. 12 മണിക്ക് മുമ്പ് തിരുക്കൊടി ഇറങ്ങുന്നതിനുള്ള മുഹൂർത്തമുണ്ട്. ദയവായി എല്ലാ ഭക്തജനും ശ്രദ്ധിക്കുക. ഭഗവാന്റെ പള്ളി ആറാട്ടിനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. ദയവായി ഈ സ്റ്റേജിൽ നിൽക്കുന്ന ബഹുമാന്യ ഭക്തജനങ്ങൾ അവിടെ നിന്ന് ഒന്ന് ഇറക്കി കൊടുത്താൽ രാത്രി തിരുക്കൊടി ഇറക്കിന് ശേഷമുള്ള ഒരു കലാപരിപാടിയുണ്ട്. അതിനുവേണ്ടി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ദയവായി ആ സ്റ്റേജിൽ നിൽക്കുന്ന ബഹുമാന്യ വ്യക്തികൾ താഴെ ഇറങ്ങേണ്ടതാണ്. വീണ്ടും നിർദ്ദേശിക്കുന്നു, ദയവായി എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര ഭരണസമിതിയുടെ ആവർത്തിച്ച നിർദ്ദേശങ്ങൾ സ്നേഹബുദ്ധിയാ സ്വീകരിക്കേണ്ടതാണ്. ആ വെള്ളവും വണ്ടിയും അവിടെ കിടപ്പുണ്ട്. അതിന്റെ മുകളിൽ കയറി നിന്നാൽ അഗ്നിക്കാവടി നന്നായി കാണാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് സതുദ്ദേശമാണ്. പക്ഷേ അതിലുണ്ടാകുന്ന അപകടം അത് മറ്റുള്ള വണ്ടിയാണ്, വാഹനമാണ്. അത് ചവിട്ട് നശിപ്പിച്ചാൽ അതെല്ലാം സൗജന്യമായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് സൗജന്യ സേവനം നടത്തുന്ന വാഹനങ്ങളാണ്. ദയവായി അത്തരം വാഹനങ്ങളുടെ മുകളിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾ, ബഹുമാന്യ ഭക്തജനങ്ങൾ ദയവായി താഴെ ഇറങ്ങി ക്ഷേത്ര ഭരണസമിതിയോട് സഹകരിക്കണമെന്ന് വിനയപരസ്യം അഭ്യർത്ഥിക്കുകയാണ്. ആഴിക്ക് സമീപം പാർക്ക് ചെയ്തിട്ടുള്ള വെള്ളവുമായി വന്ന ടിപ്പർ, അതിന്റെ മുകളിൽ കുറെ ആളുകൾ കയറിയിട്ടുണ്ട്. ദയവായി നമുക്ക് അവിടെ ഏകദേശം തീരാറായി. ദയവായി അതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടതാണ്. പ്ലീസ്, ആ ടിപ്പറിന്റെ മുകളിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ ദയവായി താഴെ ഇറങ്ങുക. ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. യെസ്, നിങ്ങൾ ആ ക്ഷേത്ര ഭരണസമിതിയുടെ നിർദ്ദേശങ്ങൾ സ്നേഹബുദ്ധിയാ സ്വീകരിച്ച് ക്ഷേത്ര ഭരണസമിതിയോട് സഹകരിക്കുക. വോളണ്ടിയേഴ്സില്ലാതെ ഉത്സവ ആഘോഷം നടത്തുന്ന കൊല്ലം ജില്ലയിലെ ഏക ക്ഷേത്രമാണ് കണ്ണുംകോട് ക്ഷേത്രം. ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും ക്ഷേത്ര ഭരണസമിതിയുടെ നിർദ്ദേശങ്ങൾ സ്നേഹബുദ്ധിയാ സ്വീകരിച്ച് ഈ മഹോത്സവത്തിന്റെ എല്ലാം സമ്പൂർണ്ണ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഏവരും. ദയവായി നിങ്ങൾ താഴെ ഇറങ്ങിയവർക്കെല്ലാം അങ്ങേയറ്റത്തെ കൃത്യമായി നന്ദി അർപ്പിക്കുന്നു. ഇനി ബാക്കി 2 പേർ കൂടി ഇതിന്റെ മുകളിലുണ്ട്. ദയവായി ആ 2 പേർ കൂടി താഴെ ഇറങ്ങുമെന്ന് വിനയപരസ്യമായി. അടുത്തൊരാൾ വീടിന്റെ മുകളിലിട്ട് കയറും. സംഘാടക കമ്മിറ്റിയാണ് പോകുന്നു. ഭഗവാന്റെ തിരുനാൾ ദിനമാണെന്ന് തിരുനാൾ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് തൈപ്പൂയ സദ്യ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച് ഇപ്പോഴും നടന്നു വരുന്ന ഈ തൈപ്പൂയ സദ്യയിൽ എല്ലാ ഭക്തജനങ്ങളിലും പങ്കെടുക്കണമെന്ന് വിനയപരസ്യം അറിയിക്കുന്നു. അതുപോലെ ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അന്നദാനം. ഉത്സവ നാളുകൾ അത് വഴിപാടായി സമർപ്പിക്കുന്നത് അതിലും ശ്രേഷ്ഠമാണ്. ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ് ഭഗവാന്റെ തിരുനാൾ ദിനത്തിൽ ഇത് വഴിപാടായി സമർപ്പിക്കുക എന്നുള്ളത്. തൈപ്പൂയമാണെന്ന് ഭഗവാന്റെ സർവശക്തനായ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുനാൾ ദിനമാണ്. ഈ തിരുനാൾ ദിനത്തിൽ തൈപ്പൂയ സദ്യ അതിൽ ഭാഗമാക്കാകുവാൻ, അല്ലെങ്കിൽ ആ തൈപ്പൂയ സദ്യയിൽ ധനം കൊണ്ടോ ധാന്യം കൊണ്ടോ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്ന ഭഗവാന്റെ ഭക്തജനങ്ങൾ അവരവരുടെ സംഭാവനകളും വഴിപാടുകളും ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ എത്തിച്ച് സർവാത്മന സഹകരിക്കണമെന്ന് വിനയപരസ്യം അറിയിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ
കഴിഞ്ഞ മാസം ജനുവരി 23 തൃക്കോടിയേരി സ്മാരകം വെച്ച ഈ മഹോത്സവം ക്ഷേത്ര മന്ത്രി വൈരപ്പുഴശ്ശേരി മഠത്തിൽ ബ്രഹ്മശ്രീ കേശവ ഹരികുമാറിന്റെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ ദേശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ജനുവരി 23 തൃക്കോടിയേരി സഭ ആരംഭിച്ച് 9 ദിനരാത്രങ്ങൾ കഴിഞ്ഞ 10ാമത്തെ ദിവസം രാത്രി 10 മണിയോടെടുക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ മഹാസേനനായ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഉദ്ദിഷ്ടകാല സിദ്ധിത്തിന് സാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഭക്തജനങ്ങൾ അഗ്നികാവടി നടത്തുന്നത്. അഗ്നികാവടി നടത്തത്തിൽ നേർച്ചയായി പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള ഒരു ബഹുമാന്യ വ്യക്തി സ്ട്രോക്ക് മൂലം വൈകല്യം സംഭവിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഭഗവാനോടുള്ള അർച്ചനയിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും അങ്ങേക്ക് ലഭ്യമാകാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജനുവരി 23 ക്ഷേത്ര മന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ തൃക്കോടിയേരി സമാരംഭിച്ച അവരവരുടെ സംഭാവനകൾ ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ എത്തിക്കുക. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ മണിക്കൂറുകളിൽ നിമിഷങ്ങൾ മാത്രം ബാക്കിയാണ് ഈ മഹോത്സവത്തിന്റെ സമാപ്തി കുറിച്ചുകൊണ്ട് തൃക്കോടി ഇറങ്ങുവാൻ. ഇതിന്റെ സമ്പൂർണ്ണ വിജയത്തിന് വേണ്ടി, നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി എല്ലാ ഭക്തജനങ്ങളും ആത്മാർത്ഥമായി ക്ഷേത്ര ഭരണസമിതിയോട് സഹകരിക്കണമെന്ന് വിനയമത്സരം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സംഭാവനകളും വഴിപാടുകളും വാഗ്ദാനം ചെയ്തിട്ടുള്ള ബഹുമാന്യ ഭക്തജനങ്ങൾ ഒട്ടും താമസമില്ല, മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഇത് അവസാനിക്കുവാൻ. താമസമില്ല അവരവരുടെ സംഭാവനകളും വഴിപാടുകളും ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ എത്തിച്ച്, ഇല്ലെങ്കിൽ വഴിപാടുകളാണെങ്കിൽ ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിച്ച് സായുജ്യനാകുവാനും തദ്വര ഈ മഹോത്സവത്തിന്റെ സമ്പൂർണ്ണ വിജയത്തിന് സഹകരിക്കുവാനും വിനയമത്സരം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ മറ്റൊരു അഭ്യർത്ഥന, 2.5 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച് 2 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ഓഡിറ്റോറിയം ഈ ക്ഷേത്രത്തിന് സ്വന്തമായുണ്ട്. ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ധാരാളം ഏകദേശം 70 ലക്ഷത്തിൽ പരം രൂപ കടബാധ്യതയുണ്ട്. ഇത് ക്ഷേത്രത്തിനുള്ള കടബാധ്യതയാണ്. ഇതിനുവേണ്ടി സംഭാവനകൾ വാഗ്ദാനം ചെയ്യുന്നതായി ഓഡിറ്റോറിയ നിർമ്മാണത്തിൽ സംഭാവനകൾ വാഗ്ദാനം ചെയ്തിട്ട് നൽകാത്ത വ്യക്തികൾ, ഇല്ലെങ്കിൽ പാർട്ട് പേയ്മെന്റ് പകുതി പൈസ ഇല്ലെങ്കിൽ കുറച്ച് പണം നൽകിയിട്ടുള്ള ബഹുമാന്യ ഭക്തജനങ്ങൾ ദയവായി നിങ്ങളുടെ തുക പണം